Yeah, wait. I'm repairing my armor. Wait. Get this. One. Nice. See you. Nice. ഡൗണിലുണ്ട് ഇപ്പൊ കയറി വരും അതിലൂടെ ആകന്മാർക്ക് ആകെ ഒറ്റ വഴിയുള്ളൂ. Anti-P is looting my bow. അടിയടാ അവനെ. കേറാൻ പറ്റുന്ന ഒരുത്തനണ്ടേ ഉണ്ടോ ആ ഭാഗത്ത് നേരെ പോകുന്ന അവിടെ ഒരുത്തോടുണ്ട് ഇല്ല ഒരുത്തോടുണ്ട് നാനോട്ട് അപ്പോഴും കണ്ടില്ല. അഞ്ചോട്ട് മൈ കാര്യം കരുതിച്ചാടി പിന്നെ ഇത് കാര്യത്തിലട്ടെ ഇതിന് രണ്ടും ക്രാക്കാണ്. നോക്കി കയറി Upstairs. ഇത് കൂടി കില്ല് കൊടുത്തിട്ട് കണക്കാണ്. അധികം ഷോട്ട് ഗണ്ണ് നിനക്കുള്ളതാണ്.
ഈ ഹൈറോഡ് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് Mama, sabe, ഇത് കെട്ടിക്കഴിഞ്ഞ കളി നമ്മുടെ അതുകൊണ്ട് അവിടെ വെച്ച് സാധനം വെള്ളത്തിൽ നിന്ന് വരണമല്ലോടാ. ഇതിന്റെ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു. ബാക്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ചാവല്ലേ ചാവല്ലേ നീ ഇങ്ങോട്ട് അങ്ങോട്ട് വലിയ ഇങ്ങോട്ട് അങ്ങോട്ട് അതിന്റെ ഇറങ്ങല്ല ഇറങ്ങല്ല നീ വണ്ടി എടുക്ക് ഷാജിയേട്ടാ. നിന്റെ പേരെന്താ? എന്റെ വീട് എവിടെ? അല്ല കൊണ്ട് പറയരുത്. പുകയൊക്കെ വരുന്നടാ. ആരാടാ എന്റെ ഉള്ളിൽ ഹോമം നടത്തിയത്? പുകയൊക്കെന്തല്ല. അയ്യോ കർത്താവേ, നല്ല ഇടികട ഇടിച്ചേ. അവന്റെ ക്ലാസ് ഒക്കെ പോയി. എനിക്കെല്ലാം അറിയാം. ചതിച്ചത് തന്നെ. പിങ്കിന്റെ കാലൊടിഞ്ഞെന്നാ എന്റെ വണ്ടി അടിച്ചത് അവന്റെ കുങ്കി. എന്റെ ഷാജിയേട്ടാ, ഈ രജനീകാന്ത് പോലും പുറകോട്ട് നോക്കിയിരുന്ന് വണ്ടി ഓടിക്കൂല. പിന്നെ ഷാജിയേട്ടാ പറഞ്ഞ എല്ലാം വേണ്ടേ ഈ സച്ചിൻ വിരമിക്കണ നിങ്ങൾ എന്നോട് പറയാൻ ഞാൻ അങ്ങനെ പറയും. എന്നാണ് ഇനി മുമ്പേ ടെസ്റ്റ് തുടങ്ങണേക്കുമ്പോ എനിക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. ഇതെന്ത് കഷ്ടം നോക്കണേ. ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ. ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ട് വണ്ടി ഷാജിയേട്ടാ. അടുത്ത റിസോർട്ട് ഇപ്പൊ ഇതിനെ പറ്റിയാ നോക്കാം. ഇനി ഇവിടെ നീ മരവറ തല വീഴും. ഇല്ലടാ ഒന്നും ഇടക്കളിട്ടു. എന്നെ പൊക്കി പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അവനെ താത്തി പറച്ചനെ കാണിച്ചേട്ടാ. ആടൊക്കെ അല്ലേ ഫ്രഷ് ആയിട്ട് ഇറക്കുന്ന എന്റെ ഒരു സുഖം. എന്താവേ വണ്ടി സ്റ്റാർട്ട് ആവണേ. പിങ്കിച്ചി SP ഒരു 300 രൂപ എടുത്ത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സാ. എന്താ അയാളുടെ ദേഹത്ത് കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം തന്നെ. മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ. ചെല്ലു ചെല്ലേ. ഷാജിയേട്ടാ, ബാംഗ്ലൂർ സിറ്റിക്കാരെ നേരെ ബൈപ്പാസ് പിടിച്ചിട്ട് ഹൈദരാബാദ് റോഡ് പിടിച്ചോട്ടാ. ബോംബെ പോരാ തൽപ്പം. ഞാൻ പോട്ടാ. ഷാജിയേട്ടാ, ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ അതിൽ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. കുറച്ചേരത്തേക്ക് ബോധം പോയി. ആ പിന്നെ പുള്ളിയുടെ കാറ്റും പോയി. നാശം പിടിക്കാനായിട്ട് ഷാജിയേട്ടാ ഒരു പാട്ടം കൂടെ വെച്ച് വെച്ചേ. എന്നിട്ട് ഉണ്ടാക്കാനാ എല്ലാം പോയില്ലേ? അതിൻ്റെ അകത്തൊരു പഴമുണ്ട്. അത് വായിക്കുറ്റി കേട്ടോണ്ട്